നമസ്കാരം തിരുവനന്തപുരം. ഇന്നത്തെ വിഷയം ആരോഗ്യ മേഖലയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും അത് പൊതുസമൂഹത്തിന് ഏതൊക്കെ തരത്തിൽ അതിൻ്റെ സ്വാധീനം ഉണ്ടാക്കുമെന്നുള്ളതാണ്. ആദ്യ ചോദ്യം നമുക്ക് ലേഡീസ് ഫസ്റ്റ് അതാണ്. അപ്പോൾ ആദ്യ ചോദ്യം ഡെപ്യൂട്ടി സെക്രട്ടറിയിൽ നിന്ന് തുടങ്ങാം. ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം. ആ മാറ്റങ്ങൾ ശരിക്കും എന്തൊക്കെയാണ്? അത് ഏത് തരത്തിലാണ് നമ്മളത് മാനേജ് ചെയ്യുന്നത്? ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം കോവിഡ്-19 എന്ന് പറയുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് കൂടിയായിരുന്നു. ദ ഫസ്റ്റ് തിങ് ദാറ്റ് വി ഹാവ് അണ്ടർസ്റ്റുഡ് ഇസ് അതൊരു ഹെൽത്ത് ക്രൈസിസ് മാത്രമല്ല, പക്ഷേ ഇറ്റ് വാസ് ഓൾസോ ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ക്രൈസിസ്. കാരണം ആ ടൈമിലുള്ള നമ്മൾ തിരിഞ്ഞു നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഡെത്ത് പ്രിവെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ ഹോസ്പിറ്റലൈസേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനോ ഉള്ള ഇൻഫ്രാസ്ട്രക്ചറും അതിനുള്ള ഫെസിലിറ്റീസും നമുക്കുണ്ട്. പക്ഷേ നമുക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ളൊരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സ് നമുക്കിത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യൻറ്റ് വരുന്നു, വീട്ടിൽ ഒരാൾ ശ്വാസം മുട്ടുമായിട്ട് വരുവാണ് കോവിഡ് ബാധിച്ച്. അങ്ങനെയുള്ള ഒരാൾക്ക് ഏറ്റവും ഐഡിയലായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് എവിടെയാണ്, ഏത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, അവിടെ ICU ബെഡ് അവൈലബിൾ ആണോ, പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ ഡിറ്ററേറ്റ് ചെയ്യുകയാണെങ്കിൽ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റേണ്ടി വരുമോ, ആ ഫെസിലിറ്റീസ് അവൈലബിൾ ആയിരിക്കുമോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി മാനേജ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ നമുക്ക് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചറിൽ ഡെഫിനറ്റ്ലി നമുക്ക് കുറച്ച് ഗ്യാപ്സ് ഉണ്ട്, പക്ഷേ അതിനോടൊപ്പം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഗ്യാപ്സും നമുക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ഗവൺമെൻറ് PM അഭിം കൊണ്ടുവന്നു, ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മിഷൻ കൊണ്ടുവരികയും അതിൽ നമ്മുടെ സെക്കൻഡറി ആൻഡ് ടെർഷറി കെയർ ഹോസ്പിറ്റൽസ്, താലൂക്ക് ഹോസ്പിറ്റൽസ് ആണെങ്കിലും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ആണെങ്കിലും ജനറൽ ഹോസ്പിറ്റൽസിലൊക്കെ ആണെങ്കിലും നമ്മൾ കൂടുതൽ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസും ബെറ്റർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസൊക്കെ കൊണ്ടുവരികയുണ്ടായി. അതേസമയം നമ്മുടെ പ്രൈമറി ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ ബെറ്റർ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ആർദ്രം മിഷൻ ഉണ്ടായിരുന്നു. ആർദ്രം മിഷൻ കൊണ്ടുവന്ന് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിനെ ഫാമിലി ഹെൽത്ത് സെൻറ്റേഴ്സിലേക്ക് മാറ്റം ഉണ്ടായി. പക്ഷേ അതിനോടൊപ്പം എനിക്ക് തോന്നുന്നു ജനങ്ങളുടെ ഇടയ്ക്ക് വന്നിട്ടുള്ളൊരു വലിയ വ്യത്യാസമാണ് നമ്മൾ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഇതിനു വേണ്ടി ചെയ്യണം എന്നുള്ളൊരു ബോധ്യം ജനങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ഇതുപോലൊരു ആരോഗ്യ മേഖലയിലൊരു പ്രതിസന്ധി വരുമ്പോൾ, ഓരോ ജനങ്ങളെയും നമ്മളെ അഫക്റ്റ് ചെയ്യുന്നൊരു പ്രതിസന്ധി വരുമ്പോൾ ഒരു കുടുംബം തന്നെ ചിലപ്പം ആ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കാരണം ഇല്ലാണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അവർ കുറച്ചും കൂടെ സ്ട്രാറ്റജിക്കലി ആ ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തുകയും പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിലും പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിലും അതിലേക്കൊക്കെ കുറച്ചും കൂടെ അവരുടെ അറ്റൻഷൻ പോവുകയും ചെയ്യുന്നുണ്ട്. ഹെൽത്ത് സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ഹെൽത്ത് സർവെയിലൻസ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് പൊതുജനാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കോൺസ്റ്റൻ്റ്ലി വിജിലൻസ് വേണം. എവിടെയെങ്കിലും ചെറിയ രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നുണ്ടോ എന്നുള്ളത് സിസ്റ്റം അത് ക്യാപ്ചർ ചെയ്യണം, അതിനെ കോൺസ്റ്റൻ്റ്ലി മോണിറ്റർ ചെയ്യണം, അതിനെ അഡ്രസ്സ് ചെയ്യണം. അതിനുള്ള സർവെയിലൻസ് മെക്കാനിസംസ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്ട്രിക്ട് സർവെയിലൻസും ബ്ലോക്ക് ലെവൽ സർവെയിലൻസും അടക്കം നമുക്ക് കുറച്ചും കൂടെ ഹയർ രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റി. ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ കുറച്ചും കൂടെ സീംലെസ് ആയിട്ട് നമുക്ക് നമ്മുടെ റെഫറൽ സിസ്റ്റവും കുറച്ചും കൂടെ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സ് കുറച്ചും കൂടെ സീംലെസ് ആയിട്ട് പോകുന്നുണ്ട്. ഇപ്പം പ്രയോറിറ്റൈസ് ചെയ്ത് പ്രൈമറി ഹെൽത്ത് കെയർ വേണ്ടവരെ മാത്രം നമ്മൾ സെക്കൻഡറിയിലോട്ടോ ടെർഷറിയിലോട്ടോ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതായത് PHCയിൽ പോകേണ്ടവർ PHCയിൽ പോയാൽ മതി, അവരെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്കോ ജനറൽ ഹോസ്പിറ്റലിലേക്കോ മെഡിക്കൽ കോളേജിലേക്കോ പറഞ്ഞു വിടേണ്ട ആവശ്യമില്ല. അത് അവരെ ഓവർ ബർഡൻ ചെയ്യിക്കും. അതുകൊണ്ട് നമ്മൾ ആ ലെവലിൽ തന്നെ അതിനെ നിലനിർത്താനും ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാനുമുള്ള ഫെസിലിറ്റീസ് ബെറ്റർ ആക്കാൻ സാധിച്ചത് കോവിഡിൻ്റെ എക്സ്പീരിയൻസോട് കൂടിയിട്ടാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. യെസ്, താങ്ക് യു. കേരളത്തിൽ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കേരളത്തിൽ ആദ്യമായിട്ട് തന്നെ പടുത്തുയർത്തിയ സംരംഭകനും ഡോക്ടറും കൂടെയാണ് ഡോക്ടർ സഹദുള്ള. കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ടിലേറെയായിട്ട് കിംസ് ഹെൽത്ത് എന്നുള്ള സ്ഥാപനം തലസ്ഥാന നഗരത്ത് തലയുയർത്തി നിൽക്കുകയാണ്. ഇപ്പോൾ വിദേശ നിക്ഷേപം കേരളത്തിലെ മെഡിക്കൽ വെഞ്ചേഴ്സിൽ, അതായത് ഹോസ്പിറ്റലുകളിൽ കാര്യമായിട്ട് വരുന്നുണ്ട്. അത് ഏത് തരത്തിലാണ് അതിനെ കാണുന്നത്? അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ? രോഗികളെ അത് ഏത് തരത്തിലാണ് ബാധിക്കാൻ പോകുന്നത്? Good morning everyone.
Thank you, Roshan, and thank you, Doctor. Because there are a lot of doctors, IAS officers now. So, Madhavikutty, and we are good friends, Manoj. And so I think it's an important thing at the moment. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പല സ്റ്റേറ്റ്സിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കേരളമാണ് ഏറ്റവും ഇൻവെസ്റ്റ്മെൻറ്റ് ഹെൽത്ത് കെയർ ഇൻവെസ്റ്റ്മെൻറ്റിന് വളരെ ഹോട്ടായിട്ടിരിക്കുന്നത്. So we call it a very hot market now. And there are several companies ഇവിടെ വന്നിട്ടുണ്ട്. Blackstone ഉണ്ട്. They came with us. And KKR, BMH എല്ലാമായിട്ട് പോയിട്ടുണ്ട്. And there are a number of other investors. Kims ഹൈദരാബാദ് എന്ന് പറഞ്ഞ് അത് കിംസുമായിട്ട് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ഒരു ഹോസ്പിറ്റലാണ്. Kims Hyderabad, they have come to Kerala and they have bought out. And and not only in the tier 1, tier 2 cities, they are even going to tier 3 cities. Thodupuzha, there's a hospital being bought out by the KKR or one of the other. So I think നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹെൽത്ത് കെയറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ അട്രാക്റ്റീവായിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. സോ എന്താണെന്ന് ചോദിച്ചാൽ the main thing I want to congratulate our healthcare, the government of Kerala. Actually നമ്മൾ പലപ്പോഴും മറക്കും. We always want to criticize people, and that's our nature. And the best indices in healthcare are in Kerala. Let it be living index, or let it be infant mortality rate, let it be maternal mortality rate, and all of them, the best in the country is ours. When we compare with നമ്മൾ വേറെയുള്ള രാജ്യങ്ങളുമായിട്ട് international compare ചെയ്യുമ്പോൾ, even to that level we are there, maybe just about 10% less or something like that. So how did we achieve this? This is achieved because, as our health secretary said, that it is definitely because of the primary and the secondary health care. So we had to look at the basics. So why the primary and secondary health care improved? Because the public demanded for it. And why the public demand for a better health care? Just because we are exposed to, we are aware of the quality of health. And നമുക്ക് quality of health അറിയാം. നമ്മൾ international healthൽ exposed ആണ്. നമ്മുടെ literacy rate 100% ആണ്, or somewhere near. So because of this, and I also think that I've worked in various parts of the world and traveled abroad and a lot, I think the most rational thinking people are in Kerala. And so there is a demand for healthcare, there is excellent indices, and that is the basics where we start. And that is why all these, Roshan പറഞ്ഞ എല്ലാവരും ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ. So here the things are ready. The investment will be, and the market is expanding. Maybe 20% of the market could afford a higher care, and now that is going to be the 30%. Insurance, if you look at it, it is expanding. ഒരാളുടെ മാത്രം എടുത്ത് കണക്ക് കൂട്ടുകയാണെങ്കിൽ നമ്മൾ കേരളത്തിൽ ഒരു 40 to 50% ഇൻഷുറൻസ് ഉണ്ട്. വിത്ത് ഓഫ് കോഴ്സ് സബ്സിഡൈസ്ഡ് സ്കീം ഫ്രം കാരുണ്യ, അതെല്ലാം അതിനെല്ലാം അപാകതകളും കാണുമായിരിക്കാം. ആൻഡ് പക്ഷേ 40% ഇൻഷുറൻസ് ഉള്ള ഒരൊറ്റ സ്റ്റേറ്റില്ല. ദ ജനറൽ ഇൻഷുറൻസ് റേറ്റ് ഓഫ് ഇന്ത്യ ഈസ് ജസ്റ്റ് അബൌട്ട് 5%. ഇറ്റ് വാസ് അബൌട്ട് 3% ബിഫോർ കോവിഡ്. ആഫ്റ്റർ കോവിഡ് ഞാൻ വിചാരിച്ചു ഇറ്റ് വിൽ ബി അപ്പോൾ സ്റ്റാർ കെയറിൻ്റെ CEO അടുത്തെല്ലാം സംസാരിച്ചപ്പോൾ അവർ ഞാൻ കൂടുമെന്നെല്ലാം പറഞ്ഞ് ആലോചിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു 2 or 3% കൂടിയിട്ടുള്ളൂ. കോർപ്പറേറ്റ് ഇൻഷുറൻസ് ഹാസ് ഇൻക്രീസ്ഡ്.
So even today, even in Kerala, 60 to 65% of our people who are coming to our hospital or any hospital will be paying out of pocket. So these are attractive factors. It's not a good factor for the public, I'm not saying that, but these are attractive factors for an investor because the people demand better health care. So tertiary and quaternary health care where there is money and they want to invest and there is competition is less, even from the government side I'm not criticizing government, I never criticize government. That's because we are not doing enough for the government and we always want to criticize the government and we expect them to do. I always remember what Kennedy said, do not ask what the government is doing for you. Ask what you have done for the government. So when we say about mindset change, we are the minds. We are the public. My sister is Madhavikutty, is the IAS officer, and I'm not different. I'm also in the public, right? So we are the public. So we are the people to change. So you better demand good health care. You have got very good indices. Always there will be more and more things to improve anywhere you go. In my hospital, if you come, there's 101 things to improve. And there are same way with any hospital in Kerala or in the world, I would say. I have been to Cleveland Clinic. I've worked in Mayo Clinic. So I know that. So we are very, very comparable in many areas, but we have to improve. So in short, to answer your question, why is they are attracted? Because there is a lot of demand for healthcare. The healthcare is improving and the people look for better and better healthcare. അപ്പോൾ ചുമ്മാ വന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആരും ട്രാൻസ്പ്ലാന്റിന് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ട്രാൻസ്പ്ലാന്റും അങ്ങനെയുള്ള കോംപ്ലക്സ് കാര്യങ്ങളാണ് കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെല്ലാം ചെയ്യാനായിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിന് ദർ ഇസ് എ ബെറ്റർ കപ്പാസിറ്റി. അപ്പോൾ അതിനെല്ലാമാണ് അവർ കോംപ്ലക്സ് കാര്യങ്ങൾക്കാണ് കൂടുതൽ. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ പ്രത്യേകമായിട്ട് വരുന്നുണ്ട്. ഓഫ് കോഴ്സ് organ transplant is another subject by itself. I would like to talk to the health secretary. I talked to Rajan Kopragade about it last week. So I think there's a lot of things which we can do. So that's the main reason we're coming. Then the second question you asked me is, if I heard you correct, that is it good or bad? Yeah. Certainly it is good in certain respects. Number one, the funds are available for all kinds of development. You want to buy technology, you want to buy equipment, you want to go for quality accreditation, all of them, the funds are available. So certainly the progress of healthcare, the advancement of healthcare is good, and so we can become a healthcare hub. And just before the panels, we are discussing about medical tourism, and we are poised to become a good medical tourism center. Why we are not becoming Trivandrum is not becoming a better center, we can of course discuss later on. But so there is definitely there is a possibility. So on advantage, funds are available, infrastructure will improve, quality will improve, technology will improve, and job creation, well-paying jobs for the doctors and the nurses. Today nursing attrition and the doctor attrition is the major issue നമ്മുടെ എല്ലായിടത്തും. അപ്പോൾ ആളുകൾ ഇവിടുന്ന് തന്നെ പോകുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് നിർത്താൻ പറ്റും? ഇന്ന് പലരും തിരിച്ചു വരുന്നതും പല US നിന്നെല്ലാം വന്ന ആളുകൾ നമ്മളോട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. Only reason is that not only the financial remuneration which matters, the non-financial atmosphere and the benefits are important for any doctor qualified
he may have some money to, to back him up, സ്റ്റേറ്റ്സിൽ നിന്നെല്ലാം അല്ലെങ്കിൽ GCC നിന്നെല്ലാം കിട്ടിക്കാണും. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് നല്ല ഒരു അറ്റ്മോസ്ഫിയർ വേണം, ഹാസൽ ഫ്രീ വിധത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണം, ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് മെഡിസിൻ ചെയ്യാനുള്ള അവസരം വേണം, അതിനോട്ടുള്ള ഡയഗ്നോസ്റ്റിക്കും ലാബും വേണം. സോ these will all become available with such investors. Job creation will be good, payments will be good, and the quality of care and availability of advanced procedures and robotic things and all that will be available for our public. So isn't it public benefiting? Yes, public is benefiting. But where is the negative? Certainly there is negative. And it's not a natural evolution of healthcare. I really want to congratulate Mathrubhumi, Roshan, and all the other, Sahadulla. I really want to congratulate, because unfortunately, healthcare is not a matter of debate in the political and policy makers' world. And whenever I get an opportunity, I request all health secretaries and people and ministers, I say that, it should be a portfolio of discussion. So Mathrubhumi ventured about it, and they did this, is simply beautiful. Nothing may happen about it, but at least you started, and that is where I want to congratulate all of you. Now, coming back to the point, so in the negatives, what happens is that the small and medium healthcare hospitals providers will be under pressure. In my opinion, there are many hospitals have been closed recently after this on flow of investments have come here in Kerala. And so that's not good. I want them to evolve and improve the quality, but certainly I do not want to eliminate any medium-sized or small hospitals, because they are the bread and butter for healthcare for the ordinary people, and there are less affordable people. Unless, of course, the government is stepping in and going to improve the primary and the secondary care. Probably today primary care is a little bit extinct. What we had to talk about is secondary care, family practice, and family practitioners should be there. But anyway, coming back to the second point, definitely the third is the cost of care will increase. So if ordinary people want, when they're affordable and the elite, have the opportunity to get the best care in the world here. In fact, I don't think that any minister or any member of parliament should go outside Kerala for an equivalent care, even equivalent to Mayo Clinic and all. My doctors went to visit Mayo Clinic. I sent them, 2 of them. I said, go study and come. And in fact, Mayo Clinic in the CEO is Pratibha Varki. He is a daughter of one of my friend, and she's a Malayali. I mean, originally, her father worked in Medical College, Trivandrum. So I think, Malayalis are doing so well across the world. So I think that the third point is that affordability, the cost will increase. The cost of care for ordinary people will increase. And so those are some of the negatives. And so I think I answered you, the positives and negatives. I don't want to take more time. Gokulam Group of Healthcare Institutions-ന്റെ വൈസ് ചെയർമാൻ ഡോക്ടർ മനോജൻ ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനുള്ളത് തന്നെയാണ്. അതിൻ്റെ നെഗറ്റീവ് ഏത് തരത്തിലാണ് നമുക്ക് പോസിറ്റീവാക്കി മാറ്റാമെന്നുള്ളതാണ്. വിദേശ നിക്ഷേപം ഒരുപാട് വരുന്നത് പോലെ തന്നെ നമ്മളെപ്പോലുള്ള ഗ്രൂപ്പുകൾ ഹോസ്പിറ്റലുകളിലേക്ക് ഹെൽത്ത് കെയർ രംഗത്തേക്ക് ഒരുപാട് നിക്ഷേപിക്കുന്നു, ചെറിയ ഹോസ്പിറ്റലുകൾ ഏറ്റെടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ലയനങ്ങളും ഏറ്റെടുക്കലുകളും ഏത് തരത്തിൽ ഗുണകരമാണ്, പ്രത്യേകിച്ച് രോഗികൾക്ക്? Thank you, Roshan. Thank you for your question. In fact, let me at the outset congratulate Mathrubhumi for organizing such an
എവോൾവ് ഹെൽത്ത് സബ്മിറ്റ്. ബിക്കോസ് ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാദുള്ള സാർ പറഞ്ഞതുപോലെ കൂടുതൽ സംസാരിക്കുന്നില്ല. തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയിൽ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് ഒത്തിരി സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും സമ്മാനിക്കാനുണ്ട്. ഇവിടുത്തെ നമ്മളുടെ ഹെൽത്ത് സെക്രട്ടറി അല്ലെങ്കിൽ ഡെപ്യൂട്ടി ഹെൽത്ത് സെക്രട്ടറി പറഞ്ഞതുപോലെ നമ്മളുടെ പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം വളരെ റോബസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മളുടെ പ്രൈവറ്റ് മേഖലയെ നോക്കിക്കഴിഞ്ഞാൽ വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസ് ഉണ്ട്, കട്ടിംഗ് എഡ്ജ് ടെക്നോളജി ആൻഡ് വളരെ റൊബസ്റ്റ് ഹെൽത്ത് കെയർ സിസ്റ്റമാണ് കേരളത്തിലുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ വരുമ്പോൾ അതിന് കുറേ നല്ല വശങ്ങളും അതുപോലെ തന്നെ മറ്റു ഒരു വശവും ഉണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ അറിയേണ്ടതാണ്. കാരണം നമുക്കറിയാം ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് ഒരു ക്യാപിറ്റൽ വെഞ്ചറിൻ്റെ ഭാഗമായിട്ടായിരിക്കും, അല്ലാതെ അതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്നതാണ്. നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിലനിന്നുകൊണ്ടിരുന്നത് ഒരു സിംഗിൾ ഡോക്ടർ ഓൺഡ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഓൺ ഹോസ്പിറ്റൽ അങ്ങനെ ഒക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ഒരു കോർപ്പറേറ്റ് വെഞ്ചേഴ്സും വലിയ രീതിയിൽ വരുന്ന ഒരു സംരംഭമായിട്ടാണ് ഇപ്പോൾ ഹോസ്പിറ്റൽ മേഖല മാറിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ നല്ല വശം എന്തെന്ന് ചോദിച്ചാൽ ഒരു ഗുഡ് പ്രാക്ടീസസ് നമ്മളുടെ സംസ്ഥാനത്തിൽ ഉണ്ടാക്കാൻ അവർക്ക് കഴിയും. അതുപോലെ തന്നെ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ലോകോത്തര നിലവാരമുള്ള ഹോസ്പിറ്റൽ കേരളത്തിലുണ്ടായാൽ നമ്മൾ ഏത് ആരോഗ്യ പ്രശ്നത്തിനും മറ്റ് സംസ്ഥാനത്തിനെയോ മറ്റു രാജ്യത്തിനെയോ ആശ്രയിക്കേണ്ടി വരില്ല. അപ്പോൾ അത് ഒരു നല്ല കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ അത്തരം ഒരു ലയനത്തിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ചോദിച്ചാൽ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഞാൻ പറയുക. കാരണം നമ്മളുടെ നാട്ടിൽ നല്ല രീതിയിലുള്ള ചികിത്സാ സംവിധാനമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്ന ബദൽ നമ്മുടെ നാട്ടിൽ തന്നെ ആ ചികിത്സ ലഭ്യമാക്കാൻ കഴിയും എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേങ്കിൽ അവിടെ ഒരു ചോദ്യം ഉദിക്കുന്നത് അഫോർഡബിലിറ്റിയാണ്. അഫോർഡബിലിറ്റിയെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് ഈസ് എ വെരി മേജർ ഫാക്ടർ ആസ് ഫാർ ആസ് പ്രൈവറ്റ് സെക്ടർ ഈസ് കൺസേൺ. പലപ്പോഴും ഇൻക്ലൂഡിങ് മാധ്യമങ്ങൾ പലപ്പോഴും കാണുന്നത് നമ്മളുടെ ആരോഗ്യ മേഖലയിൽ ഈ കോസ്റ്റ് അല്ലെങ്കിൽ ഇത് ഹോസ്പിറ്റൽസ് എല്ലാം വളരെ ഒരു ലൂക്രേറ്റീവ് ബിസിനസ്സാണ്, അതിൽ ഒത്തിരി ലാഭമുണ്ടാക്കാൻ പല സംവിധാനങ്ങളും ഹോസ്പിറ്റൽ മേഖലയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് പലപ്പോഴും അതൊരു മോശമായ ഒരു ബാഡ് ലൈറ്റിലാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു സത്യം നമ്മൾ ഓർത്തുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. അവിടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് പലപ്പോഴും ആൾക്കാരുകൾ അതിനെ പറ്റി അഭിപ്രായം പറയുന്നത്. ഹോസ്പിറ്റൽ മേഖല എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവും വളരെ ചാലഞ്ചിങ്ങുമാണ്. എല്ലാവർക്കും തന്നെ ലാഭമുണ്ടാക്കാൻ ഉള്ള ഒരു കൊതി കൊണ്ടാണ് ആശുപത്രി തുടങ്ങുന്നത് എന്നുള്ളതിൽ യോജിക്കാൻ പറ്റത്തില്ല. കേരളത്തിൽ നോക്കിക്കണ്ടാൽ നമുക്കറിയാം ഒട്ടനവധി ഹോസ്പിറ്റലുകളും സാമൂഹ്യ പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഉത്തമ ഉദാഹരണം ഇപ്പോൾ ഗോകുലം നിങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. ഞങ്ങളെ ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ ഏകദേശം 150ഓളം കിടക്കകൾ പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ഒന്നും തന്നെ സമ്പാദ്യമൊന്നും ഇല്ലാതെ പ്രായമായ വ്യക്തികൾക്ക് ചികിത്സ സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് എങ്ങനെ നൽകുന്നു എന്ന് ചോദിച്ചാൽ അതൊരു മെഡിക്കൽ കോളേജ് ആയതുകൊണ്ടും അതോടൊപ്പം തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള പേഷ്യൻ്റ് ഫ്ലോ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ ഞങ്ങളത് ക്രോസ് സബ്സിഡൈസ് ചെയ്യാണ്. അങ്ങനെ ചെയ്യുമ്പോൾ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ചികിത്സ ഒരു ചെറിയ ശതമാനമെങ്കിലും നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് നല്ല ചികിത്സയും നമ്മളുടെ സംസ്ഥാനത്തിൽ ലഭ്യമാക്കണം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ കോസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ ഈസ് ബിക്കം എ പ്രയോറിറ്റി ഫോർ സോ മെനി ഹോസ്പിറ്റൽസ്. അപ്പോൾ എല്ലാവരും തന്നെ കോസ്റ്റ് ഓഫ് കെയർ എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് തീർച്ചയായിട്ടും ബ്രേക്കപ്പ് അനാലിസിസ് ഒക്കെ ചെയ്ത് അതിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമയമാണിത്. കോസ്റ്റ് ഒരു ഫാക്ടർ തന്നെയാണ്. അതിന് ഏത് രീതിയിൽ നമുക്ക് പരിഹരിക്കാമെന്ന് ചോദിച്ചാൽ ഒന്ന് നമ്മളുടെ ഇൻഷുറൻസ് മേഖലയെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇൻഷുറൻസ് പെനിട്രേഷൻ ഇൻ ദ സൊസൈറ്റി ഹാസ് ഇൻക്രീസ് കൺസിഡറബിളി. അതൊരു വലിയ കാര്യമായിട്ട് തന്നെ പറയാം. അതേപോലെ തന്നെയാണ് നമുക്ക് എടുത്തു പറയാനുള്ളത് ഡിജിറ്റലൈസേഷൻ ഓഫ് ഹെൽത്ത് കെയർ. ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹെൽത്ത് തീർച്ചയായിട്ടും കേരള ഗവൺമെൻറ്റും ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാണ്. അത് വഴിയായിട്ട് നമുക്ക് ഡേറ്റ ഈസി ആയിട്ട് കളക്ട് ചെയ്യാം. കൂടുതൽ പേഷ്യൻസിന് ഈ കോസ്റ്റ് കട്ട് ചെയ്യുന്ന രീതിയിൽ അത് സഹായിക്കും. കാരണം എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് ഡേറ്റ അവൈലബിൾ ആയാലും രോഗത്തെ ഈസി ആയിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാനും അതുപോലെ തന്നെ ചികിത്സിക്കാനും കഴിയും എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ ഇതോടൊപ്പം ഓർക്കേണ്ട ഒരു കാര്യമാണ്.
നമ്മളുടെ സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിൽ നോക്കിയാലും ആരോഗ്യ മേഖലയിൽ ഒട്ടനവധി നല്ല, അത് വെദർ ഇറ്റ് ഈസ് പബ്ലിക് സെക്ടറായാലും പ്രൈവറ്റ് സെക്ടറായാലും ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ ഇപ്പോൾ മെഡിക്കൽ കോളേജും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ്ഡ് അല്ലെങ്കിൽ ഈവൻ ലാർജ് സൈസ്, ചിലപ്പോൾ കോർപ്പറേറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവർ തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ഒരു ഭാഗം ഇല്ലെങ്കിൽ നമുക്ക് ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ പറ്റത്തില്ല. ക്വാളിറ്റിയും ടെക്നോളജിയും നമ്മൾ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലൊരു ചെറിയൊരു ബെനിഫിറ്റ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവണം. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്തിൽ നമുക്ക് ഇത്തരം വലിയ സംരംഭങ്ങൾ വരണോ, അല്ലെങ്കിൽ ഇത്തരം കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ വേണോ വേണ്ടയോ, അല്ലെങ്കിൽ ഈ രീതിയിൽ ലോകോത്തര നിലവാരമുള്ള ടെക്നോളജി നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൽ വേണോ വേണ്ടയോ എന്നുള്ളത് തീർച്ചയായും വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് അത്തരം ഹോസ്പിറ്റലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയുന്നത് ഈ ഹെൽത്ത് ടൂറിസം പോലെയുള്ള മേഖലയിലും അതുപോലെ തന്നെ ഈവൻ വെദർ ഇറ്റ് ഈസ് ഇൻ്റർനാഷണൽ ആയാലും ഡൊമസ്റ്റിക് ആയാലും അങ്ങനെ ഹെൽത്ത് ടൂറിസം കൂടുതൽ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ കേരളത്തിലുണ്ടെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ഡെവലപ്പ് ചെയ്യാനുള്ള നല്ലൊരു ഫെർട്ടൈൽ ഗ്രൗണ്ടാണ് നമ്മളുടെ സംസ്ഥാനത്തുള്ളത്. ലാസ്റ്റ് പിന്നെ ഡിസ്കഷനിൽ നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ അത്തരം മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഇൻഷുറൻസ് മേഖലയെപ്പറ്റി ഒന്നുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇൻഷുറൻസ് മേഖലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രാജ്യത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആയുഷ്മാൻ ഭാരത്, കേരളത്തിൽ നമുക്കറിയാം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, തീർച്ചയായിട്ടും ഗവൺമെൻറ് 700ഓളം കോടി അതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുവഴിയായിട്ട് ഏകദേശം 42 ലക്ഷം ഹൗസ് ഹോൾഡ്സാണ് ബെനിഫിറ്റ് ആവുന്നത്. അതുവഴിയായിട്ട് ഏകദേശം 5 ലക്ഷത്തോളം എന്താ പറയുന്നത് കവറേജാണ് അവർക്ക് കിട്ടുന്നത്. അതിൻ്റെ ന്യൂനതകളുണ്ട്. എല്ലാ ഹോസ്പിറ്റൽസിലും ഇപ്പോൾ കിംസിനെ പോലെ അല്ലെങ്കിൽ GG ഹോസ്പിറ്റൽ അത് അല്ലെങ്കിൽ SP40 ഇതിനെ പോലെ ഹോസ്പിറ്റൽസിന് അവർക്ക് അത്ര നല്ല രീതിയിലുള്ള സ്കീം നടപ്പിലാക്കാൻ പ്രയാസമുണ്ടാവും. പക്ഷേ ഗോകുലം മെഡിക്കൽ കോളേജിനെ പോലെയുള്ള ഒരു പിന്നെ ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷന് ചിലപ്പോൾ അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ നടപ്പിലാക്കാൻ കഴിയും. അത് ഞങ്ങൾക്ക് ക്രോസ് സബ്സിഡൈസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ പക്ഷം അത് ഒരു ഫീസിബിളായിട്ടുള്ള ഒരു എന്താ പറയുന്നത് സ്കീമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ രീതിയിൽ 42 ലക്ഷം സാധാരണക്കാർക്ക് ലഭ്യമാക്കുന്ന ഒരു ആരോഗ്യ മേഖലയിൽ ചികിത്സ ലഭ്യമാക്കുന്ന ഒരു സ്കീമാണെങ്കിൽ കൂടെ ഹോസ്പിറ്റലുകളെ സംബന്ധിച്ചിടത്തോളം സമയത്തിന് അവർ ഈ ക്ലെയിം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഈ പേയ്മെൻറ്റിൻ്റെ ക്ലെയിം പിന്നെ ഗവൺമെൻറ്റിനെ സമീപിച്ചാൽ കിട്ടുന്നില്ല എന്നുള്ളത് ഇപ്പോൾ ഈയിടെയായിട്ട് കേരള ഹോസ്പിറ്റൽ അസോസിയേഷൻ അതിനെ പറ്റി ഉന്നയിച്ചിരിക്കുകയാണ്. പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഉന്നയിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയൊക്കെ അതിനെ സീരിയസ് ആയി എടുത്ത് അതിന് ഒത്തിരി പരിഗണന കൊടുത്ത് എനിക്ക് തോന്നുന്നു കുറേ ഫണ്ട് ഇപ്പോൾ മാറ്റി വെച്ചിരിക്കുകയാണ് എന്നുകൂടെ ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നു. അതുവഴി സാധാരണക്കാർക്ക് നിങ്ങളൊന്ന് ആലോചിക്കണം, 42 ലക്ഷം കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു നമ്പറാണ്. നമ്മൾ 3.5 കോടി ജനങ്ങളുള്ള ഈ സമൂഹത്തിൽ 42 ലക്ഷം കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ 4-5 പേരുണ്ടാവും. അപ്പോൾ അത്ര പേർക്കും 5 ലക്ഷത്തോളം കവറേജ് കിട്ടുന്ന ഒരു സ്കീമാണ്. ഇതിൻ്റെ നെഗറ്റീവ് വശം എന്താ എന്ന് ചോദിച്ചാൽ നമ്മളുടെ ICUവിൽ ഒരു പേഷ്യൻ്റ് കിടക്കുകയാണെങ്കിൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കാസ്പിനെ സംബന്ധിച്ചിടത്തോളം ആകെ 1500 രൂപ മാത്രമാണ് കിട്ടുന്നത് ഉള്ളതെന്നുള്ള ICUവിൽ. അത് വിത്ത് വെന്റിലേറ്റർ ആണെങ്കിൽ 2000 രൂപ, ജനറൽ വാർഡിലാണെങ്കിൽ 750 രൂപ. ഇതേ സ്കീം അറ്റ് നാഷണൽ ലെവലിൽ നോക്കിയാൽ ഇതേ ഈ പറഞ്ഞ ആയുഷ്മാൻ ഭാരത് സ്കീം നാഷണൽ ലെവലിൽ നോക്കിയാൽ അത് 9350 ആണ് ICU പേഷ്യൻസിന് കൊടുക്കുന്നത്. കർണാടക ആരോഗ്യ ഈ പറഞ്ഞ സ്കീമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏകദേശം 4000-ൽ കൂടുതൽ രൂപയാണ് കൊടുക്കുന്നത്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ സാധാരണ രീതിയിൽ ഇത് ബിലോ പോവർട്ടി ലൈനിലുള്ള ആൾക്കാർക്ക് കിട്ടേണ്ട ഒരു സ്കീമാണെങ്കിൽ കേരളത്തിൽ അത് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത്, അതായത് ഏകദേശം ഒരു 22,000 ലക്ഷം ഫാമിലിക്ക് കിട്ടേണ്ടതിൽ നിന്ന് 42 ലക്ഷം ഫാമിലിക്ക് നമ്മളുടെ ഗവൺമെൻറ് അതിൽ ചെറിയൊരു ഡൈല്യൂഷൻ വരുത്തിയിരിക്കുകയാണെങ്കിൽ കൂടെ പക്ഷേ കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാക്കി മാറ്റിയിരിക്കുന്നു. അതുവഴിയായിട്ട് ഹോസ്പിറ്റലുകൾക്ക് ഇത്തരം സ്കീം വഴി വലിയൊരു മെച്ചമൊന്നുമില്ല. ഇൻഫാക്റ്റ് ഒരു വലിയൊരു മറ്റുള്ള രീതിയിൽ പറഞ്ഞ ഒരു ലയബിലിറ്റി ആയി മാറിക്കൊണ്ടിരിക്കുന്ന പല
പിന്നെ എന്താ പറയുക ട്രീറ്റ്മെൻറ്റ് പാക്കേജസും ഇതിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കുറച്ചുകൂടെ ഒരു മെച്ചപ്പെട്ട രീതിയിൽ ഇതൊരു എന്താ പറയുന്ന ഒരു ചെറിയൊരു ചേഞ്ചസ് വരുത്തിയാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ ഹോസ്പിറ്റൽസിനെയും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെയും we can bring them on board and make this program a really successful program. തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയ്ക്ക് താല്പര്യത്തോടുകൂടെ മുന്നോട്ട് വരികയാണെങ്കിൽ ഗവൺമെൻറ് നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള ഒരു സമൂഹം കെട്ടിപ്പടുത്താൻ പറ്റും. തീർച്ചയായിട്ടും ആരോഗ്യപരമായിട്ടുള്ള ഒരു സമൂഹത്തിന് മാത്രമേ ഒരു നല്ലൊരു ഡെവലപ്മെൻറ്റുള്ള ഒരു സംസ്ഥാനമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുകൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. ഇതുമായിട്ട് അനുബന്ധമായിട്ട് ഡെപ്യൂട്ടി സെക്രട്ടറിയോടാണ് ചോദിക്കാനുള്ളത്. ഡോക്ടർ മനോജൻ പറഞ്ഞതുപോലെ ചികിത്സാ ചെലവുകൾ ഭയങ്കരമായിട്ട് കൂടി വരികയാണ്. സർക്കാരിന് തന്നെ ഇൻഷുറൻസ് പദ്ധതികളുണ്ട്. അപ്പോൾ ആ പദ്ധതികൾ എത്രത്തോളം കാര്യക്ഷമമാണ്? ഇതുപോലെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ തയ്യാറാണോ, അല്ലെങ്കിൽ അത് ഓൾറെഡി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് ഏത് പദ്ധതിക്കുള്ള പോലെയും പോരായ്മകൾ ഇതിനകത്തും ഉണ്ടാവും. പക്ഷേ ക്യാസ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് അംബീഷൻസ്, ഈ സ്റ്റേറ്റിൻ്റെ തന്നെ ഒരു യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് അംബീഷൻസുമായിട്ട് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പം SHA സംബന്ധിച്ചിടത്തോളം, സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്യാസ്പ് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ആരോഗ്യ കിരണം സ്കീം, ശ്രുതി തരംഗം, കാരുണ്യ ബെനവലൻറ്റ് ഫണ്ട്, ഇങ്ങനെ ഒരു 4 സ്കീമുകളാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഇതിൽ ക്യാസ്പിൻ്റെ കീഴിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ വരെ പെർ ഫാമിലി പെർ ഇയർ ആണ് നമ്മൾ മാക്സിമം, അത്രയും ബെനിഫിറ്റ് വരെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ കീഴിൽ ഏകദേശം നമ്മൾ 40% ഓഫ് കേരളാസ് പോപ്പുലേഷൻ വരെ നമ്മളിപ്പോൾ കവർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് സിഗ്നിഫിക്കൻ്റ്ലി, എസ്പെഷ്യലി ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ആലോചിക്കേണ്ടത്, ഇപ്പം ഈ റൂമിലുള്ള പലർക്കും അത് കാരണം ഉപയോഗം ഉണ്ടാവില്ല, ഹാർഡ്ലി ആർക്കും ഉപയോഗം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിൻ്റെ പുറത്തൊരു സെഗ്മെൻ്റ് ഉണ്ടല്ലോ, വളരെ ആക്സസിബിൾ ആയിട്ടുള്ള, അഫോർഡബിൾ ആയിട്ടുള്ള, ഇക്വിറ്റബിൾ ആയിട്ടുള്ളൊരു ഹെൽത്ത് കെയർ സിസ്റ്റം വേണ്ട ഒരു സമൂഹമുണ്ട്. അവർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല ബെനിഫിറ്റ്സ് ഉള്ളൊരു സ്കീമാണ് ക്യാസ്പ് എന്ന് പറയുന്നത്. അപ്പം പക്ഷേ ഇവിടുത്തെ ഒരു ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ കാരണം നമ്മൾ ഇതിൻ്റെ ഒരു പ്രീമിയം ഫിക്സ് ചെയ്തപ്പോൾ, ഈവൻ തോ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് കിട്ടുന്നുണ്ടെങ്കിലും പ്രാക്ടിക്കലി ഇത് റൺ ചെയ്യുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90% സ്റ്റേറ്റ് ഗവൺമെൻറ് അഫോർഡ് ചെയ്യുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് വി ആർ ഹാവിങ് അബൌട്ട് 100 കോടി രൂപയെങ്കിലും നമുക്ക് ക്ലെയിംസ് പ്രോസസ്സ് ചെയ്യേണ്ട, ഒരു മാസം 100 കോടി രൂപയെങ്കിലും ക്ലെയിംസ് പ്രോസസ്സ് ചെയ്യേണ്ട അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 1200 കോടിയോളം രൂപ ഒരു വർഷം. അപ്പം അത്രത്തോളം കവറേജ് ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. മാത്രമല്ല ഇത് വന്നേക്കുന്നുണ്ട്, ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഇപ്പം ഇൻ കേസ് ക്യാസ്പ് ഇല്ലായിരുന്നെങ്കിൽ ഈ 1200 crore എന്ന് പറയുന്നത് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചറായിട്ട് ഏറ്റവും ലോവസ്റ്റ് സെഗ്മെൻറ്റിൽ നിന്നും പോവേണ്ട പൈസയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതിനകത്തുള്ളൊരു വേറൊരു മെച്ചമായിട്ട് എനിക്ക് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല സ്കീമിലും നമുക്ക് പറയുന്നത് ഇതിനകത്തൊരു പിൽഫറേജ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫ്രോഡ് ഇഷ്യൂസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ CASP is one of the most effective insurance schemes that we are running in the state എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. Irrespective of the fact that certainly like what he has mentioned, ഇപ്പോൾ അതിനകത്തുള്ള ഫണ്ടിങ്ങിനൊക്കെ കുറേ അധികം പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി വെരി റീസെൻ്റ്ലി നമുക്കത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അതിൻ്റെ ഒരു മോണിറ്ററിങ് മെക്കാനിസവും അക്കൗണ്ടബിലിറ്റി മെക്കാനിസംസും ഒക്കെ വളരെയധികം എഫക്റ്റീവായിട്ടാണ് നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിനകത്തുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ 60% ഇതിൽ 1200 കോടി ഒരു വർഷം നമ്മൾ ചിലവാക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 60% പബ്ലിക് ഹെൽത്ത് സെക്ടറിൽ തന്നെ തിരിച്ചു വരികയാണ്. മെഡിക്കൽ കോളേജസിന്, നമ്മുടെ ഓൺ മെഡിക്കൽ കോളേജസിലേക്ക് തിരിച്ചു വരികയാണ്. വിച്ച് ഓൾസോ പ്രൂവ്സ് ദാറ്റ് പീപ്പിൾ ഡു ട്രസ്റ്റ് അവർ പബ്ലിക് ഹെൽത്ത് സെക്ടർ. ലൈക്ക് അവർക്ക് പ്രൈവറ്റിൽ പോവേണ്ട, ഇവിടെ തന്നെ പബ്ലിക് ഹെൽത്ത് സെക്ടറിൽ തന്നെ വന്നാൽ മതി എന്നുള്ളൊരു കാഴ്ചപ്പാടോടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ എമൗണ്ട് തിരിച്ച് പബ്ലിക് ഹെൽത്ത് സെക്ടറിൽ തന്നെ ഇൻവെസ്റ്റഡ് ആവുമ്പോൾ ദർ ആർ ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ കമ്മിങ് ഇൻ അവർ മെഡിക്കൽ കോളേജസ്, ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ കമ്മിങ് ഇൻ അവർ other government hospitals like district hospitals, taluk hospitals, etc. I firmly believe it is like, even though it might be in a very nascent stage, it is one step closer to our ambitions of universal health coverage. Yep, this is an important topic, and so if you don't mind, I just comment on it. It's generally public ഒരു misconception ഉണ്ട്. Government facilities are all free,
public, even when I say that public and private and all that, I'm just a little confused. Because there is nothing called public and private, because in healthcare, somebody has to spend the money. And there is no free cup of tea in this world. And if the government is spending the money, they are getting the money from somewhere, from the tax, from government of India, UN, remittance from outside, whatever it is, that is public money. And that public money is spent by the government. And so only thing is, you as a recipient, or some of you as a recipient, get it free. And when you go to the private hospitals, yes, you have to pay the money, and because there is a cost for it. So the basic factor is here the cost of care. And unfortunately, none of our hospitals or none of our governments has not estimated the basic cost of care. So, very fundamental approach വേണമെന്നുണ്ടെങ്കിൽ, I may very politely point out to the government that the cost of care should be estimated. Once the cost of care, because ലോകത്ത് എല്ലായിടത്തും private hospitals-നെ encourage ചെയ്യുന്ന സ്ഥലങ്ങളാണ് പലരും ഞാൻ കണ്ടിട്ടുള്ളത്, and private governmentum, private hospitals work together in unison for a single cause. And I was so happy to see that government antibiotics കുറയ്ക്കുന്നതിന്, consumption കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് color coded ആയിട്ടുള്ള antibiotics സ്റ്റാർട്ട് ചെയ്തു. I wrote a letter of congratulation, in fact, to the DMO and all that, because that's an excellent step government has done. About 20% consumption has come down, right? And you also have taken out a pharmacy license. So there are laws here, and law enforcement is not very strict. We never find anybody making a traffic violation. So everything goes, uncontrolled, and that's what's happening. So every cost, every rupee government spends, or the private sector spends, or you spend out of pocket, that should be spent most efficiently, and that's where the cost factor comes. And so if basically the cost can be studied, estimated, and controlled, many of the government systems can be made more efficient and also made efficient, as well as they can prioritize. Crores of rupees they are reimbursing, and there is Karunya, but all of them have got complaints against them is only because they are not being efficiently carried out. And that efficiency has to come in. And I'm sure that the government is looking into it. And recently, one example, the minister, Madam Veena George, called me and just said that, doctor, we want to do some mammograms free. We are doing a program. I was so elated, that, and I said that, madam, absolutely no problem, you send the patients. She sent few patients, I don't know why she did not send more. And immediately I told my radiology department, all the government patients do it totally free. But only 10 or something came, and I wanted, hundreds to come. So we are willing to do that. And so in healthcare, because the GDP investment remains 1.5% between the GOI and GOK for time immemorial, unless that the pie, that the investment expands to at least about 3%, the healthcare cannot achieve many areas. And therefore, one, GDP should increase. Second, government should prioritize, where they want to really spend their money and how efficiently they can spend money. And third, public and private, they should not have one hesitation to join hand with the private.
The private is the public of this country, this state. And private healthcare, don't go there, they are making profit. Absolutely, as Manoj said, yes, shareholders have to make profit, and there's nothing wrong in it. But we can efficiently do that. And that's where I invite the government to join hands and do a better public health. സാറ് പറഞ്ഞതിൽ നിന്ന് ഒന്ന് രണ്ട് വാക്കുകൂടെ ആഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് പ്രൈവറ്റ് മേഖലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പ്രൈവറ്റ് മേഖലയിൽ വലിയ വലിയ കോൺട്രിബ്യൂഷൻസ് ആരോഗ്യ മേഖലയിൽ തന്നെ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 65 മുതൽ 70% രോഗികൾ ആശ്രയിക്കുന്നത് പ്രൈവറ്റ് മേഖലയാണ്. 35 മുതൽ 40% ഗവൺമെൻറ്റും. നമുക്കറിയാം, നമ്മളുടെ ഇപ്പോൾ മാഡം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. ഏകദേശം 7300 രൂപയാണ്. നമുക്കറിയാം നാഷണൽ ഹെൽത്ത് അക്കൗണ്ട്സ് 21-22 പറയുന്ന ഏകദേശം 48,000 കോടിയാണ് കേരളത്തിൻ്റെ ഹെൽത്ത് സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏകദേശം 70% ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ പറ്റി നമുക്ക് ഊഹിക്കാനേ ഉള്ളൂ. അപ്പോൾ ആരോഗ്യ മേഖല പർട്ടിക്കുലർലി പ്രൈവറ്റ് മേഖലയിൽ കൂടുതൽ സംവിധാനങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗവൺമെൻറ് മേഖലയിൽ അതോടൊപ്പം തന്നെ അത്രയും ഓവർ ബേർഡൻ അല്ലെങ്കിൽ ബേർഡൻ കുറയുകയാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഈ പ്രൈവറ്റ് മേഖലയിൽ പോകുന്ന പേഷ്യൻറ്റും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങിയാൽ എന്താ സംഭവിക്കുക, ഇപ്പോൾ കിട്ടുന്ന ക്വാളിറ്റി ഓഫ് സർവീസ് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ പേഷ്യൻ്റ് വിൽ ബിക്കം ഫ്ലഡഡ്. ബിക്കോസ് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ആശ്രയിക്കാൻ പറ്റുന്നതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. നമുക്ക് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉള്ളത് കൊണ്ടാണ്, പ്രത്യേകിച്ചും മലയാളികളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് മേഖലയിൽ പോകുക, അഥവാ ഫൈനാൻസ് ഒരു ഇഷ്യൂ ആണെങ്കിൽ മാത്രം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവുക എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഉള്ളത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൈവറ്റ് മേഖലയെ ഒന്ന് എംബ്രേസ് ചെയ്യണം എന്നുള്ളത് കൂടെ ഞാൻ ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. കാരണം നമ്മൾ അവരെ ചേർത്ത് പിടിക്കുമ്പോൾ, പ്രൈവറ്റ് മേഖലയിലും ചേർത്ത് പിടിക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ മുതൽ മുടക്ക് പ്രൈവറ്റ് മേഖലയിൽ വരുമ്പോൾ ഗവൺമെൻറ് സെക്ടറിൽ കുറച്ചുകൂടെ ബേർഡൻ കുറയുമ്പോൾ ക്വാളിറ്റി സർവീസ് അവിടെ വരുന്ന പേഷ്യൻസിനും കൊടുക്കാൻ പറ്റും എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം പ്രൈവറ്റ് മേഖലയിൽ അഫോർഡബിൾ ആയിട്ടുള്ള പേഷ്യൻ്റാണ് വരുന്നത്, അവർക്ക് പേബിൾ കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ്. വേറെ ഗവൺമെൻറ് സെക്ടറിൽ വരുന്നവർക്കും ക്വാളിറ്റി കിട്ടണമെങ്കിൽ ഇപ്പോൾ ഉള്ള ഈ പേഷ്യൻ്റ് ഓവർലോഡ് കുറച്ച് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ പറ്റും എന്നുള്ളത് കൂടെ ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഡോക്ടർ സഹദുള്ള ഇവിടെയാണ് അടുത്ത ചോദ്യം. അതായത് IT-യിൽ നമ്മുടെ ടെക്നോ പാർക്ക് പോലെയാണ് ഹെൽത്ത് കെയർ രംഗത്ത് മെഡിക്കൽ ടൂറിസം, കേരളമാണ് അതിനകത്ത് ശരിക്കും പയനീഴ്സ്. പക്ഷേ തുടക്കത്തിലെ സ്റ്റേജിൽ തന്നെയാണോ ഇപ്പോഴും നിൽക്കുന്നത്? അതിനകത്ത് കൂടുതൽ മുന്നേറാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? മെഡിക്കൽ ടൂറിസത്തെ പറ്റി ഇവിടെ നേരത്തെ നമ്മുടെ ടൂറിസ്റ്റിൻ്റെ ആളുകളെല്ലാം വളരെ എലക്കണ്ടായിട്ട് സംസാരിക്കുന്നുണ്ട്. ആൻഡ് മെഡിക്കൽ ടൂറിസത്തിന് രജു പറഞ്ഞത് ടു സം എക്സ്റ്റെൻറ്റ് ഈസ് റൈറ്റ്. ആൻഡ് ദർ ഷുഡ് ബി എൻ ഓണർഷിപ്പ്. മെഡിക്കൽ ടൂറിസം വളരെ നമ്മളെ കഴിഞ്ഞെല്ലാം വളരെ താമസിച്ചു തുടങ്ങിയ all the figures he said, so I'm not repeating it. I went to Vietnam. Vietnam is a country where they have nothing compared to us, but their medical tourism is so well organized, so well marketed. And Korea, and they are now second or third in Asia. Singapore, of course, is a small country. They have Malaysia. They don't have any medical expertise like what we have. Our doctors are better English speaking. നമ്മുടെ എല്ലാ ഹോസ്പിറ്റൽസും നല്ലവരാണ്. There are 1 or 2 Bumgrandad Hospital in Bangkok, and that is a well posh hospital, mainly made for medical tourism. അപ്പോൾ മെഡിക്കൽ ടൂറിസത്തിന് ഒരു സ്റ്റേറ്റ്, മെഡിക്കൽ ടൂറിസം ഈസ് എ മേജർ സബ്ജക്റ്റ്, ആൻഡ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്, ആൻഡ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദ ഗവൺമെൻറ്, because government cannot call spade a spade. I don't know what you understand.
അതായത് ക്വാളിറ്റി ഉള്ള ഹോസ്പിറ്റൽസിലെ മെഡിക്കൽ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഗവൺമെൻറ് തീരുമാനിക്കാൻ പറ്റുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ദ ഗവൺമെൻറ് വിൽ ബി സക്സസ്ഫുൾ in giving the leadership for medical tourism in Kerala. Kerala has tremendous potential. A good amount of medical tourism is happening in the Ayurveda side as well as on our modern medicine side. And modern medicine side is coming up. Preventive, healthcare is coming up very well. Quaternary and tertiary healthcare is coming up. But all that medical tourism leadership വേണം. ആ ലീഡർഷിപ്പ് ഞാൻ ഒരു മീറ്റിങ്ങിൽ മിനിസ്റ്റർ വീണ ജോർജ് ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു. So she said, yes, I am taking the leadership in medical tourism because I have gone to the secretaries. Tourism secretary ചെന്നപ്പോൾ പറഞ്ഞു, no, medical tourism is not my business. My business is only tourism. At that time, healthcare secretary said that, no, medical tourism is not mine. You have to go to tourism. So pillar to post, we have to go. So what happens? All the private hospitals do themselves. But there should be criteria because the people, you just put yourself. നിങ്ങൾ യു കെയിൽ നിന്നോ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നോ അല്ലെങ്കിൽ ശ്രീലങ്കയിൽ നിന്നോ ഇവിടെ ട്രീറ്റ്മെൻറ്റ് വരികയാണെങ്കിൽ വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ? ഫ്രം ദ എയർപോർട്ട്, ഫ്രം ദ വിസ, നോട്ട് ഓൺലി ഫ്രം ദ എയർപോർട്ട്, ഫ്രം ദ എംബസി, യു ഹാവ് ടു സ്റ്റാർട്ട്. ദ എംബസി ഷുഡ് ബി polite, should give a medical visa faster. And when they come to our immigration, they should understand what is medical visa. And there may be ambulance has to go to the tarmac and and then collect the person. അപ്പോൾ അതിനുള്ള പെർമിഷൻ കൊടുക്കണം. So there is a lot of things which cannot a private hospital or a private center cannot do. Government has to do. And so if the government takes the leadership, government can identify on the basis of criteria. The criteria could be infrastructure. We are all not talking about the personnel, the talent. And the talent is the most important. Infrastructure, you can live with. But talent is more important. And, and availability of the talent. I can just ask very politely, how many consultants will be there after 7 o'clock in a government hospital to see an urgent patient? Very few. And in a private hospital, they will be staying there and to see the patients. The consultants should see the patient. And so these are basic requirements for patients when they come from outside or even our patients. So I think these realities have to be faced. So accreditation, you should, now 212 hospitals in Kerala are accredited. How many government hospitals are there accredited? There are a few. But, that's very good, excellent. In many other states, even that is not there. So Gokulam Hospital, I remember, that's the first one got accredited. I knew the CEO there. So I think the leadership crisis is there in medical tourism, and it should be better organized. The government and the private hospitals should work together, and of course connectivity and all that will improve. And if you write to the government, people. In fact, I wrote that we are starting something in Maldives Enterprise. Increase the flight, and so they have responded positively from the airport. They are very, very reactive, very proactive. So I think, so connectivity will improve, but the leadership is the most important. The most important factor is that all hospitals in Kerala cannot promote medical tourism. It should be promoted only by authorized agencies by criteria. And that is the most difficult political question in Kerala. No parties will do, no governments will do, because they cannot say that KIMS is bad and we will go to another hospital. And so because if you go by criteria and there is a committee, they decide and they go.
And so those systems have to come in. That kind of a task force should come in. And that is where we change the world. And so that's what I want to say. Tremendous potential for medical tourism. The amount of, in my hospital is about 5 to 7% of my revenue come from medical tourism. One time it was even 10% before COVID, but now it has come down because, and also medical tourism people will not come for the ordinary things. They all have good hospital in the GCC, even in Africa. So what are they coming for? They are coming for better care and better complex situations, better talent surgery, complex surgeries, transplants, preventive care, heart surgeries, and hematological conditions, interventional radiology. So these are the things they will come. And they will not come for the ordinary things. They will not come for delivery here. Anyway, this is a complex subject, and it is very important you asked, but I'm sure that the government can do, and you can remind Madam Veena George that she wanted to take leadership on that, and I'm sure that it is still not too late. Thank you. Last question, Dr. Manoj. കേരളത്തിൽ ഒരുപാട് സ്വകാര്യ മേഖലയിലാണെങ്കിലും പൊതുമേഖലയിലാണെങ്കിലും ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്. ഈ ഹെൽത്ത് കെയർ രംഗത്ത് കേരളത്തിനൊരു ഹബ്ബാക്കി മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത്? പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടെ ഇതിന് ശേഷം ചോദിക്കാം, ഓഡിയൻസിൻ്റെ അടുത്ത് നിന്ന് എടുക്കാം. തീർച്ചയായിട്ടും കേരളം ഒരു റൈറ്റ് ഡയറക്ഷനിൽ തന്നെയാണ്. നമുക്കൊരു തെറ്റായ നോഷനുണ്ട്, അതായത് പ്രൈവറ്റ് മേഖല ഡെവലപ്പ് ചെയ്യുമ്പം ഗവൺമെൻറ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അതിൻ്റെ അല്ലെങ്കിൽ അംഗീകാരത്തെ കുറച്ച് കാണുകയാണെന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് ഈ പ്രൈവറ്റ് മേഖലയിലുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ലോബി, പ്രൈവറ്റ് മാഫിയ, നമ്മൾ ഈ രീതിയിലാണ് വിശേഷിപ്പിക്കാറുള്ളത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെ. അവരുകളൊക്കെ ഈ പ്രൈവറ്റ് മാഫിയകളൊക്കെ ചേർന്ന് ഗവൺമെൻറ് തലത്തിലുള്ള ഹോസ്പിറ്റലിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്നുള്ളത് അത് തെറ്റായൊരു നോഷനാണ്. പബ്ലിക് സെക്ടർ വൈബ്രൻ്റ് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്, കേരളം തീർച്ചയായിട്ടും ഒരു അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ ഹെൽത്ത് കെയർ ആയി മാറും. കേരളം ഒരു ഹെൽത്ത് കെയർ ഹബ്ബാവും. ഞങ്ങൾ സഹദുള്ള സാർ ഇവിടെ പറഞ്ഞ സഹദുള്ള സാർ ഒത്തിരി മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ്, പർട്ടിക്കുലർലി ഒത്തിരി മീറ്റിങ്സിലൊക്കെ ഉന്നയിക്കാറുള്ള കാര്യം കേരളത്തിലേക്ക് ഈ നമ്മളുടെ രാജ്യത്തിൽ മറ്റു സംസ്ഥാനങ്ങളുടെ പേഷ്യൻറ്റും അതുപോലെ തന്നെ ലോകത്തിലുള്ള എല്ലാ പർട്ടിക്കുലർലി ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് ആൻഡ് ഈ പറഞ്ഞ സാർക്ക് കൺട്രീസിൽ നിന്നൊക്കെ പേഷ്യൻസ് ഇവിടെ വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ ഒട്ടനവധി കാര്യങ്ങൾ ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ചെയ്ത് നടപ്പിലാക്കണം. ബിക്കോസ് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടില്ലാതെ തീർച്ചയായിട്ടും പ്രൈവറ്റ് മേഖലയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഗവൺമെൻറ് തലത്തിലുള്ള ഹോസ്പിറ്റലും തീർച്ചയായിട്ടും ഗവൺമെൻറ് തലത്തിൽ അവർ ക്വാളിറ്റി കോൺഷ്യസ് ആണ്, ഇ ഹെൽത്ത് നടപ്പിലാക്കുന്നത്, അതുപോലെ തന്നെ മെഡ്സ് പാർക്ക്, ഇങ്ങനെ പല സംരംഭങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചർച്ച ചെയ്തില്ലെങ്കിൽ കേരള ഗവൺമെൻറ് വളരെ കീനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മളുടെ മുമ്പിലുണ്ട്. അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും പ്രൈവറ്റ് മേഖലയിൽ ഒത്തിരി എന്താ പറയുന്നത് കോൺട്രിബ്യൂഷൻസും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് concentrate more on quality and try to bring down the cost of care. ഇത് നടപ്പിലാക്കണമെങ്കിൽ ഇൻഷുറൻസ് ഈ പറഞ്ഞ മാഡം പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായിട്ടും സാധാരണ ജനങ്ങൾക്കും ഈ പറഞ്ഞ ഇൻഷുറൻസ് നടപ്പിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ആരോഗ്യ മേഖലയെ കെട്ടിപ്പടുത്താൻ നമുക്ക് തീർച്ചയായിട്ടും സഹായിക്കും. അതോടൊപ്പം തന്നെ ഒരു കാര്യം, നമ്മളുടെ സംസ്ഥാനത്തിൽ ഇപ്പോൾ ഡിജിറ്റലൈസേഷൻ പറഞ്ഞു സാർ ഇവിടെ ഉന്നയിച്ചതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അൽഗോറിതം കൊണ്ട് തന്നെ നമ്മളുടെ ഈ ആരോഗ്യ മേഖലയിൽ വലിയൊരു റെവല്യൂഷൻ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വരവോടുകൂടെ തന്നെ ആരോഗ്യ മേഖലയ്ക്ക് അത് പ്രൈവറ്റ് ആയാലും ഗവൺമെൻറ് സെക്ടറിലായാലും ഒത്തിരി പ്രയോജനം ചെയ്യും. തീർച്ചയായിട്ടും കേരളം ഒരു അൾട്ടിമേറ്റ് ഒരു ഹെൽത്ത് കെയർ ഹബ്ബായി മാറാൻ ഇവിടുത്തെ പ്രൈവറ്റ് മേഖലയ്ക്കും അതുപോലെ തന്നെ പബ്ലിക് സെക്ടറിനും കഴിയും എന്നുള്ളത് ഇപ്പോൾ ഒത്തിരി നമ്മളുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങൾ വെച്ച് തന്നെ നമുക്ക് പറയാൻ പറ്റും. നമ്മളുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നേരത്തെ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, മറ്റുള്ള ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ വരുന്നുണ്ടല്ലോ. പക്ഷേ അത് വരുന്നത് കൊണ്ട് നമുക്ക് എന്താണെന്നുള്ളത് മറ്റുള്ള ഹോസ്പിറ്റലുകൾക്കും അല്ലെങ്കിൽ സിംഗിൾ ഓണ് റൺ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ
പിന്നെ നമ്മളുടെ എന്താ പറയുന്നത് ചെറിയ ചെറിയ ക്ലിനിക്കുകൾക്കൊക്കെ ഒരു വലിയൊരു ചാലഞ്ചാണ്. അപ്പോൾ എല്ലാവരും ഏത് രീതിയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വെച്ചാൽ ക്വാളിറ്റി എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുക, എങ്ങനെയാണ് പേഷ്യൻറ്റിനെ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ചോട് കൂടെ നമ്മളുടെ ഹോസ്പിറ്റലിലേക്ക് അട്രാക്റ്റ് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഒരു പേഷ്യൻ്റ് സെൻട്രിക് ആയിട്ടുള്ള ഒരു സമൂഹമായിട്ട് അല്ലെങ്കിൽ ഒരു സമൂഹമായിട്ട് ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി മാറും. അപ്പോൾ പേഷ്യൻസിനാണ് കൂടുതൽ എന്താ പറയുന്നത് വോയിസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മറ്റുള്ള എന്താ പറയുന്നത് മേഖലയിൽ നിന്നല്ല, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് ആരോഗ്യ മേഖലയിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് അൾട്ടിമേറ്റ്ലി നമ്മളുടെ പേഷ്യൻസിന് തന്നെയാണ് പ്രയോജനപ്പെടുക എന്നുള്ള ഒരു കാര്യം ഇവിടെ ഉറച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു. ഒരൊറ്റ ക്വസ്റ്റ്യൻ നമ്മുടെ ഓഡിയൻസിൽ നിന്ന് ചോദിക്കാം, പെട്ടെന്ന് ചോദിക്കണം, ആൻസറും പെട്ടെന്ന്. ഗുഡ് മോർണിംഗ് എവരിബഡി. എൻ്റെ പേര് TS ഗോപാൽ, ഞാൻ ട്രിവാൻഡ്രത്താണ്. ഞാൻ സീനിയർ സിറ്റിസനാണ്. സീനിയർ സിറ്റിസൺ സംഘടനയുടെ ഒരു സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. ഒരുപാട് ചോദിക്കാനില്ല, സീനിയർ സിറ്റിസനെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ് ആദ്യം ചോദിക്കാനുള്ളത്. ഭാരത സർക്കാരിൻ്റെ PMJയുടെ പ്രോഗ്രാം 70 years പ്ലസിന് ഒരു 5 lakhs ഇൻഷുറൻസ് സ്കീം ഉണ്ടല്ലോ. ഞാൻ എൻ്റെ കാർഡ് എടുത്തിട്ടുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ട് നടപ്പാക്കിയില്ല? ബഹുമാനപ്പെട്ട ഹെൽത്ത് സെക്രട്ടറി മറുപടി പറഞ്ഞു ചോദിക്കുന്നു. അടുത്തത്, നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇന്ന് നേരത്തെ പോലെ വളരെ വികസിച്ചിട്ടുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലുമായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് ജനങ്ങൾ എന്തുകൊണ്ടാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നു എന്നുള്ളത് പ്രധാന ചോദ്യമാണ്. സർവീസ്, നമ്മൾ ആരോഗ്യത്തിന് വിദ്യാഭ്യാസത്തിന് മുൻഗണന കൊടുക്കും. നല്ല വിദ്യാഭ്യാസം കിട്ടണം, അതുപോലെ നല്ല ആരോഗ്യം കിട്ടണം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പോൾ ആ സർവീസ്, സർക്കാർ സർവീസ് കിട്ടാതിരിക്കാൻ എന്തെങ്കിലും ലോബി പ്രവർത്തിക്കുന്നുണ്ടോ? അത് ആരോഗ്യവകുപ്പ് സെക്രട്ടറി ശ്രദ്ധിക്കണം. നമുക്ക് സമയം അധികം ഇല്ല. അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇന്ന് യൂത്ത്സ് ഗൂഗിൾ ട്രീറ്റ്മെൻറ്റാണ് നോക്കുന്നത്. ഗൂഗിൾ നോക്കിയാണ് ചികിത്സിക്കുന്നത്, അല്ലാതെ ആശുപത്രിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള താല്പര്യക്കുറവാണ്. അതൊരു വ്യാജ ചികിത്സയാണ് എന്ന് ബോധവൽക്കരണം നടത്തണം. അത് പ്രൈവറ്റ് ഹോസ്പിറ്റലിനും സർക്കാരിനും അതൊരു ബാധ്യതയാണ്, ശ്രദ്ധിക്കുക. അത് ഞാൻ പറയാൻ അനുവദിക്കുന്നില്ല. എന്തായാലും പ്രധാനപ്പെട്ട കാര്യം കൂടുതലായതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സെക്രട്ടറി മറുപടി പറയും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് വയോജനർക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് സ്കീമായിട്ട് PMJAYൽ കൊണ്ടുവന്നിട്ടുള്ള സ്കീം എന്തുകൊണ്ട് കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നമുക്കത് വളരെ ആക്റ്റീവ് കൺസിഡറേഷനിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഉടനെ തന്നെ അത് നടപ്പിലാകും എന്നുള്ളതാണ് ഞങ്ങളുടെയും പ്രതീക്ഷ. SHAയിൽ നിന്ന് അത് റെക്കമെൻഡ് ചെയ്ത് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് വിട്ടിട്ടുണ്ട്. ഗവൺമെൻറ് ഉടനെ തന്നെ അതിൽ തീരുമാനമെടുത്ത് തരും എന്നാണ് അറിയുന്നത്. ഓക്കെ, താങ്ക് യു. എന്തായാലും വളരെ നല്ലൊരു ഡിസ്കഷനായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ സമയമെടുത്തു. സ്വകാര്യ മേഖലയിലെ 2 അധികാരം, അതിൻ്റെ ഒപ്പം പൊതുമേഖലയിലെ ഡെപ്യൂട്ടി സെക്രട്ടറിയും കൂടെ ആണ് ഡിസ്കഷൻ നയിച്ചത്. അപ്പോൾ കേരളത്തിന് ഹെൽത്ത് കെയർ രംഗത്ത് ഒരു ഗ്ലോബൽ ഹബ്ബായി മാറാൻ പറ്റും എന്നുള്ള നോട്ടോടുകൂടി ഈ ഡിസ്കഷൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. Thank you so much, everybody. As we transition to our next session, let's take a moment to appreciate our panelist and moderator. Please join me in presenting mementos to our guest. I invite Mr. Sudeep Kumar T, General Manager, Media Solution Print, to hand over the mementos to our panelist. First, we have Dr. Muhammad Ilyas Sahadulla. So please come forward. Dr. K.K. Manojan, Srimati Madhavikutty IAS, and the moderator R. Roshan.